നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഗോപൻ മാസ്റ്റർ. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇന്ന് ഒരു പുതിയ ചൊല്ലിലേക്ക് കടക്കുകയാണ്. ഹിന്ദുസ്ഥാനിയിൽ അതിന് ബോൽ എന്ന് പറയും. നമ്മുടെ കേരള സ്റ്റൈലിൽ ചൊല്ല് എന്നാണ് പറയുക കേട്ടോ. ഈ ചൊല്ല് എന്താണെന്ന് വെച്ചാൽ ധാ ദിൻ ദിൻ ദാ ധാ ദിൻ ദിൻ ദ ന തിട്ട് ദിൻ ന ധാ ദിൻ ദിൻ ന. ഓക്കെ, അതാണ് ഇന്ന് പഠിപ്പിക്കാൻ പോണ ചൊല്ല് കേട്ടോ. അപ്പോൾ ഞാൻ തബലയുടെ മുകളിലേക്ക് ക്യാമറ വയ്ക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചില്ല എന്ന് വരും. അത് കുഴപ്പമില്ല, നിങ്ങൾ തബലയിൽ ഞാൻ എങ്ങനെയാണ് വായിക്കണേന്ന് അത് കണ്ട് പഠിക്കൂ കേട്ടോ. നമുക്ക് തുടങ്ങാം. ഇതാണ് ന, അറിയാലോ. പിന്നെ ഈ ഡഗയിൽ ധാ. ഈ ധാ വായിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ സൈഡിൽ പ്രസ് ചെയ്യരുത്. ദിൻ വായിക്കുമ്പോൾ ഇവിടെ പ്രസ് ചെയ്യണം, ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്യണം. അപ്പോൾ ധാ ധാ ദിൻ കണ്ടോ, ഒരു മൂളക്കം കേട്ടതാ. ധാ 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 ദിൻ, മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയാണ് വായിക്കണം. അപ്പോൾ ഈ ഞായും ധായും, അപ്പോൾ ധാ, അപ്പോൾ ഇതാക്ക ധാ ദിൻ ദിൻ ധാ ധാ ദിൻ ദിൻ ധാ നാ തിട്ട് കേട്ടോ, തിട്ട് കേട്ടോ. നാ തിട്ട് ദിൻ ധാ ദിൻ ദിൻ ധാ. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചേൽപ്പിക്കാം. ധാ ദിൻ ദിൻ ധാ ദിൻ ദിൻ ധാ നാ തിട്ട് ദിൻ ധാ ധാ ദിൻ ദിൻ ധാ. ചില സമയത്ത് ദിന്നിൻ്റെ കൂടെ ഡഗ വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും വായിക്കാം, ഇല്ലാതെ ഡഗയില്ലാതെ വേണമെങ്കിലും വായിക്കാം. ഡഗയില്ലാതെ ഒരു പ്രാവശ്യം വായിച്ചേൽപ്പിച്ച് തരാം. ധാ ദിൻ ദിൻ ധാ ധാ ദിൻ ദിൻ ധാ തിട്ട് ദിൻ ധാ നാ ദിൻ 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 ധാ നാ ദിൻ ദിൻ ധാ തിട്ട് ദിൻ ധാ നാ ദിൻ ദിൻ ധാ. ഇപ്പം മനസ്സിലായല്ലോ. ഇങ്ങനെ വേണം നമ്മൾ 4 സ്പീഡിൽ വായിക്കണം, 4 കാലം സ്പീഡിൽ. ഓക്കെ, ഇപ്പോൾ തബലയിൽ നാ ദിൻ ദിൻ ദാ നാ ദിൻ ദിൻ നാ നാ തിട്ട് ദിൻ ദാ ദാ ദിൻ ദിൻ ദാ, സോറി, നാ ദിൻ ദിന്നെ അല്ല, ധാ ദിൻ ദിൻ ദാ ദാ ദിൻ ദിൻ ദാ നാ തിട്ട് ദിൻ ദാ ദാ ദിൻ ദിൻ ദാ എന്ന് വായിച്ച് ഞാൻ കേൾപ്പിച്ചു. ഇത് നിങ്ങൾ നല്ല സ്പീഡിൽ വരെ വായിച്ച് പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ അത് ശരിയാവുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ താളം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. താളത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അതുവരേക്കും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻ്റ് ഇടണം, നിങ്ങൾ വായിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിടണം. പിന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ ബെല്ലൈക്കൺ ഞെക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ നല്ല ഗംഭീരമായിട്ട് നമുക്ക് ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗോപൻ മാസ്റ്റർ. നമസ്തേ.